കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മതവിശ്വാസിയാക്കരുത്, മതവിശ്വാസം ഫോളോ ചെയ്യരുത്, അത് പ്രചരിപ്പിക്കരുത്. അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളൊരു RSS അനുകൂലിയാവും, RSSകാരനാവും, അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകാരനാവും, ഒരു മാടമ്പിയാവും. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഓപ്പോസിഷൻ ലീഡർ ഒരു ഗണേശോത്സവം പരിപാടി പങ്കെടുത്തു. പെട്ടെന്ന് പുള്ളിക്കാരനെ പിടിച്ച് ഇവിടെ ആൾക്കാർ RSSകാരനാക്കി. ആ ബാനറിൽ എവിടെയും RSSന്റെ പരിപാടിയാണെന്ന് കാണിക്കുന്നില്ല. എൻ്റെ നാട്ടിൽ ഉൾപ്പെടെ ഗണേശോത്സവം നടക്കാറുണ്ട്. അതിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഇത് കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടിയാണ്. പക്ഷെ പെട്ടെന്ന് ഓപ്പോസിഷൻ ലീഡറെയും MP ആയിട്ടുള്ള ഹൈബിയുടെയും ഇവിടെ വർഗീയവാദിയാക്കി. ഇനിയാണ് കോമഡി. ഗണേശോത്സവത്തിൽ പങ്കെടുത്ത ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള VD സതീശനെ വർഗീയവാദിയാക്കിയ ആ പേജിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ സെക്യുലർ തിങ്കേഴ്സ് എന്നാണ് പേജിന്റെ പേര്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹമാസിനെ വെള്ളപൂശുന്ന കാണാം, മുസ്ലിം ലീഗിനെ വെള്ളപൂശുന്ന കാണാം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊടി തൊട്ട് ഭരണഘടന വരെ മതം മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് നിങ്ങളൊരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ, മതമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ തലപ്പത്തേക്ക്, പാർട്ടിയുടെ തലപ്പത്തേക്കൊന്നും പറ്റാൻ പറ്റില്ല. ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ജനിച്ചാൽ മാത്രമേ ആ പാർട്ടിയിൽ പ്രത്യേക സ്ഥാനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ സെക്യുലർ പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ നിരവധി MLAമാരുണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്ക് നമ്മുടെ കേരളത്തിൽ മന്ത്രിമാരെ ഉണ്ടാകാറുണ്ട്, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം VD സതീശൻ പോയി നിന്ന് കഴിഞ്ഞാൽ സെക്യുലർ നേതാവാണ് VD സതീശൻ. പക്ഷെ ഗണേശോത്സവത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ G ആവും, RSSകാരനാവും, വർഗീയ ഫാസിസ്റ്റ് ആവും. ഇനി സെക്യുലർ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേജ് വെള്ളപൂശിയ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്കാർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. ജസ്റ്റ് അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച മുസ്ലിം ലീഗിനെയൊക്കെ വെളുപ്പിക്കുന്ന സെക്യുലർ തിങ്കേഴ്സിനെ നമുക്ക് അതിനകത്ത് കാണാം. എനിക്ക് മനസ്സിലാവുന്നില്ല ലോജിക്. കൊടിയിലും ഭരണഘടനയിലും മുദ്രാവാക്യത്തിൽ പോലും വർഗീയതയുള്ള മുസ്ലിം ലീഗിനെ വെളുപ്പിക്കുക, ഹമാസ് പോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വെളുപ്പിക്കുക, ഗണേശോത്സവത്തിൽ പോയി പങ്കെടുത്ത ഓപ്പോസിഷൻ ലീഡറായിട്ട് VD സതീശനെ വർഗീയവാദി എന്ന് വിളിക്കുക. ഒന്നെങ്കിൽ ഈ പേജിന് പിന്നിലിരിക്കുന്ന ഒന്നാം തരം വർഗീയവാദികളാണ്, അല്ലെങ്കിൽ സെക്യുലർ എന്ന വാക്കിന് അർത്ഥം അറിയാത്തവരാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്